ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന നാളത്തെ അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് അങ്ങനെ ദേവി പെട്ടെന്ന് കസേര മുട്ടിങ്ങനെ വീഴാൻ പോകുമ്പോഴാണ് കയ്യിൽ ആ ലെറ്റർ കിട്ടുന്നത്. എന്റെ പൊന്നോ, ഇത് ഒടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ. ദേവിക്കാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒന്നും അറിയാത്തത് കൊണ്ട് അതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും വലിയ കാര്യമായിട്ട് എന്തോ എഴുതിയിരിക്കുന്നത്. ബാലച്ചന്റെ അടുത്ത് കൊടുത്തു നോക്കാം. ബാലച്ചൻ ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ. മീനാക്ഷി അടുത്ത് മിത്രടുത്ത് കൊടുത്താലേ എന്നെ പിടിക്കും. എന്താ എടത്തേക്ക് ഇത് വായിച്ച മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് ബാലച്ചനൊക്കെ തന്റെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി നേരെ ബാലന്റെ കടത്തേക്ക് പോട്ടെ. ബാലച്ച എന്ന് വിളിക്കുന്നുണ്ട്. എന്താ ദേവി മോളെ? അല്ല, ബാലച്ചന്റെ പേപ്പറാണോ ഇത്? ഇന്ന അത് പറഞ്ഞിട്ട് കൊടുക്കാണ്. ബാലൻ അത് വാങ്ങിക്കുന്നുണ്ട്. ശേഷം അത് നോക്കുവാണ്. എന്റെ പൊന്നു, ഒടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ. ഇവളുടെ മുമ്പിൽ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ നാണക്കേടുമാണ്. അതേ മോളെ, ഇത് എന്റെ പേപ്പറാണ് എന്ന് പറയാണ്. എനിക്ക് തോന്നി ബാലച്ചന്റെ പേപ്പർ ആയിരിക്കും. അല്ല മോൾ ഇത് വായിച്ചു നോക്കിയില്ലേ എന്ന് ബാലൻ ചോദിക്കുമ്പോ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ദേവിക്ക്. ഞാൻ വായിച്ചു നോക്കി, അപ്പൊ എനിക്ക് മനസ്സിലായി ബാലച്ചന്റെ ആണെന്ന്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. അത് ആവശ്യമില്ലാത്ത പേപ്പറാണ് മോളെ. അത് കടയിൽ ഏതൊരു നോട്ടീസുകാരന് വന്നപ്പോ നോട്ടീസ് തന്നിട്ട് പോയതാണ്. ഓ അങ്ങനെയാണോ? അപ്പൊ ആവശ്യമില്ലാത്ത പേപ്പറാണോ? പിന്നല്ലാതെ ഇത് ആവശ്യമില്ലെന്നേ എന്നൊക്കെ പറഞ്ഞല്ല. ബാലച്ചന്റെ എങ്ങോട്ട്? ഞാൻ കട വരെ പോവാൻ മോളെ. എന്താ? ഒന്നുമില്ല ബാലച്ച, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇത് വലിയ ആവശ്യമൊന്നുമില്ല പേപ്പർ എന്ന് പറഞ്ഞിട്ട് 4 കഷ്ണമൊക്കെ കീറിയിട്ട് ബാലനത് വലിച്ചെറിയാണ്. ഓ അങ്ങനെയാണല്ലേ, ശരി ശരി എന്ന് പറഞ്ഞിട്ട് ബാലൻ ശരി മോളെ എന്നാ പോയിട്ട് വരാന്നിട്ട് അവിടെ പോകട്ടെ. നമ്മുടെ ദേവി ആണെങ്കിൽ രക്ഷപ്പെട്ട്. ഭാഗ്യം ആ പേപ്പർ എടുത്ത സമയത്ത് മിത്രനെയും മീനാക്ഷിനെയും കാണാതിരുന്നത്. അല്ലെങ്കിൽ എടുത്തി എന്തത് വായിച്ചു നോക്കാത്ത, എടുത്തി വായിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞാൽ തീർന്നു. എനിക്ക് ഇംഗ്ലീഷ് ABCD പോലും അറിയില്ലെന്ന് അവർക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി അകത്ത് കയറി പോകണ ഒരു കൂസലില്ലാതെ കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും മീനാക്ഷിയുടെ മേഡം വിളിക്കുന്നുണ്ട്. മീനാക്ഷി, നാളെ ആ പേപ്പേഴ്സ് ആയിട്ട് വേണം വരാൻ കേട്ടോ. ഇവിടെ കൊടുക്കേണ്ടതെന്ന് പറയാണ്. മീനാക്ഷി അങ്ങനെ തപ്പണ സമയത്താണ് ആ പേപ്പർ ഇല്ലെന്ന് മനസ്സിലാവുന്നത്. മീനാക്ഷി തലയെ കൈവച്ച് കരയുവാട്ടോ. അത് കണ്ടുകൊണ്ട് ഗോമതി മിത്രയും ഒക്കെ വരുന്നുണ്ട്. ദേവി പോലും വരുന്നുണ്ട്. എന്താ മീനു കരയണത്? ദേവിയെടുത്ത് എങ്ങനെ ഒരു പേപ്പർ കണ്ടായിരുന്നോ? പേപ്പറോ? എന്ത് പേപ്പർ? ഒരു ലെറ്ററാണ് ദേവിയെടുത്തി. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തൊരു ലെറ്ററാണ്. അത് കാണുമ്പോൾ തന്നെ വായിച്ച് തന്നെ മനസ്സിലാവും അത് കളക്ടറേറ്റിലെ ലെറ്റർ ആണെന്ന്. ദേവിയെടുത്ത് എങ്ങനെ കണ്ടിരുന്നോ? ഇല്ല മീനു, ഞാൻ അങ്ങനത്തെ ലെറ്ററും കണ്ടിട്ടില്ല. പിന്നെ അടിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിച്ചിട്ടേ കൊണ്ടേ കളയാറുള്ളൂ. പേപ്പർ നമുക്ക് അത്യാവശ്യം പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പേപ്പർ കളയുമ്പോൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ടെന്ന് പറയാണ്. അത് എങ്ങനെ ഉണ്ടാവും മീനാക്ഷ പേപ്പർ? അതൊരൊറ്റ സിംഗിൾ പേപ്പറാണ്. അത് ഇത്രയും ഉണ്ടാകും. വൈറ്റ് കളർ പേപ്പർ ആണെന്നൊക്കെ പറയുമ്പോഴാണ് ദേവിക്ക് ഓർമ്മ. ഈശ്വര, ഇത് ആ പേപ്പർ ആണോ എന്നൊരു ചിന്ത നമ്മുടെ ദേവിയുടെ മനസ്സിൽ വരും കേട്ടോ. എന്താ ദേവി എടുത്ത് ആലോചിക്കണത്? ദേവി എടുത്ത് എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല മീനു, ഞാൻ കണ്ടില്ല. മീനു ശരിക്കും അലമാരയൊക്കെ നോക്ക്. ചിലപ്പോ അലമാരുടെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാകും, ചിലപ്പോ നിലത്തെങ്ങാനും വീണിട്ടുണ്ടാവും. അപ്പൊ മിത്ര പറയണ്ട, അത് ശരിയാ. ഇനി മീനാക്ഷി എടുത്ത് എങ്ങനെ ഡ്രസ്സ് എങ്ങനെ എടുക്കുന്ന സമയത്ത് നിലത്തെങ്ങാനും വീണിരുന്നെങ്കിലോ എന്നാ നോക്കാം എന്ന് പറയണം. അപ്പൊ മീനാക്ഷി പറഞ്ഞില്ല, ഞാൻ നോക്കുന്നില്ല, എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. അപ്പൊ ദേവി പറയണ്ട, എന്നാ മീനാക്ഷി ഇവിടെ ഇരിക്കേ, ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് നോക്കാട്ടോ. ദേവി അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് ഓടുവാണ്. എന്നിട്ട് ബാലനെ ഫോൺ വിളിക്കണ്ട. ഹലോ ബാലച്ച, എന്താ മോളെ? ബാലച്ച ആകെ പ്രശ്നമായി. ഞാനൊരു പേപ്പർ രാവിലെ ബാലച്ചനെ കാണിച്ചില്ലേ? കാണിച്ചായിരുന്നു. ആ പേപ്പർ ശരിക്കും ബാലച്ചന് ആവശ്യമുള്ള പേപ്പർ തന്നെയായിരുന്നോ? അതങ്ങനത്തെ എന്തൊരു പേപ്പർ ആയിരുന്നു മോളെ. എന്താ കാര്യം? അല്ല, മീനാക്ഷിയുടെ ഓഫീസിലെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത്രേ. അതിപ്പോ കാണുന്നില്ല. മീനാക്ഷി ആകെ കരച്ചിലാണ്. ആ പേപ്പർ കിട്ടില്ലെങ്കിൽ ജോലി പോലും പോകുമെന്നാ പറയണത്. ഈശ്വര, ഇനി ആ പേപ്പർ എങ്ങാനും ആണോ മോളെ? എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. വേഗം വാ ബാലച്ച. മീനാക്ഷി ആകെ വേറൊരു അവസ്ഥയിലാണ്. ആകെ പ്രാന്ത് പിടിച്ച പോലെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കണം. ആർക്കും സഹിക്കില്ല കരച്ചില് കണ്ട. എനിക്കെന്തോ പേടി പോലെ ആവുന്നു. മോള് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ്. ബാലൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ട, എന്തിട്ട് ബഹളം എന്ന് ചോദിക്കാണ്. അല്ല, ബാലട്ടൻ എന്താ തിരിച്ചു വന്നത് എന്ന് ഗോമതി ചോദിക്കണ്ടല്ല. ദേവമോള് വിളിച്ചു പറഞ്ഞു മീനാക്ഷിയുടെ എന്തോ പേപ്പർ കാണാനില്ലെന്നോ എന്തോ. ഓഹോ, അപ്പൊ അവൾ അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞോ? പിന്നെ വിളിച്ചു പറയാതിരിക്കോ? വീട്ടിൽ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോ പിന്നെ വിളിച്ചു പറയണ്ടേ? എന്താ സംഭവിച്ചത്? മീനു, നീ അത് എവിടെയാ വെച്ചത് എന്ന് ബാലൻ ചോദിക്കാണ്. അച്ഛൻ എന്റെ അലമാര തന്നെ വെച്ചത്, അതിപ്പോ കാണുന്നില്ല. അലമാര വെച്ച സാധനം ആരെടുത്തോണ്ട് പോകാനാ മോളെ? വല്ല സ്വർണ്ണോ അതുപോലെ തന്നെ പണോ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ എടുത്തോണ്ട് പോകും. ഈ പേപ്പർ എടുക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ലല്ലോ. മോള് ശരിക്കും നോക്കോ. ചിലപ്പോ മോള് അലമാരിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ ഓഫീസിൽ എങ്ങനെ വെച്ച് മോള് മറന്നെങ്കിലോ? ഇല്ല അച്ഛാ, ഞാൻ ഇന്നലെ രാത്രി വരെ നോക്കിയുള്ളൂ. അത് അലമാര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടെ പോകാനാ മോളെ? ആ പേപ്പർ എങ്ങനത്തെ പേപ്പർ ആണെന്ന് ചോദിക്കണം. അച്ഛാ, അത് സാധാരണ ഒരു പേപ്പറാ, കണ്ടാ പറയില്ല അത് ഇത്ര ഇമ്പോർട്ടന്റ് പേപ്പർ ആണെന്ന്. സാധാരണ ഒരു A4 സൈസ് പേപ്പർ ആണെന്ന് പറയാണ്. A4 സൈസ് പേപ്പറോ? അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ? അതിലെന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സീലും ഉണ്ടായിരുന്നു. എന്താ അച്ഛനെങ്ങാനും കണ്ടിരുന്നു? ഇല്ല മോളെ, ഞാനിങ്ങനെ കാണാനാ പേപ്പർ ചോദിച്ചതാ. ഞാനൊരു കാര്യം ഞാൻ ഇവിടേക്ക് ഒന്ന് തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് പോണ കാരണം ബാല കീറിക്കളഞ്ഞ ആ സ്ഥലത്തേക്ക് ബാലൻ പോകുവാട്ടോ.
തൊട്ടു പിന്നാലെ തന്നെ ദേവിയും പോകുന്നുണ്ട്. ബാലച്ച ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ പേപ്പർ തന്നെ ആവാനാ ചാൻസ്. എല്ലാ ദേവി മോളെ, നിനക്ക് ആ പേപ്പർ എവിടെന്നാ ശരിക്കും കിട്ടിയത്? അത് കസേരയുടെ അടിയിൽ നിന്നാ കിട്ടിയത്. അതിനു മുമ്പ് മീനാക്ഷിന്റെ കസേരയുടെ അടിയിൽ മീനാക്ഷിയുടെ തുണിയും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ പേപ്പറൊക്കെ അങ്ങനെ പോയതായിരിക്കും. എനിക്കൊന്നും അറിയില്ല ബാലച്ച, എന്റെ തലയിലൊന്നും കേറുന്നില്ല ഇപ്പൊ. ഷോ, ഇനിയിപ്പൊ ആ പേപ്പർ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? നമ്മളത് എവിടെ വെച്ചിട്ടാ കീറി കളയുന്നത്? മോൾക്ക് ഓർമ്മയുണ്ടോ? അത് ദേ അപ്പുറത്ത് വെച്ചിട്ടാ കളഞ്ഞത്. നമുക്കത് അവിടെ പോയി നോക്കിയാലോ? ചിലപ്പോ ഒന്നോ രണ്ടോ കഷ്ണം ആക്കിയെങ്കിൽ അത് ചേർത്ത് വെച്ചാൽ ശരിയാവുമല്ലോ. അത് ശരിയാ ബാലച്ച, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ തപ്പി നോക്കാം. പക്ഷെ അവിടെയൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. കാരണം കാറ്റ് വന്നപ്പോ അത് പറന്നുപോയി. അപ്പൊ ബാലാണെങ്കിൽ അത് 5-6 കഷ്ണവും കൂടി ആക്കിയതാണ്. അങ്ങനെ അയ്യോ മോള് ഇതിവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ നമുക്ക് നോക്കാം ബാലച്ച എന്ന് പറഞ്ഞിട്ട് ദേവി നോക്കുമ്പോ ആ പേപ്പർ അവിടെ ഇവിടെയൊക്കെ ചിന്നി ചിതറി കിടക്കും കേട്ടോ. ബാലച്ച നോക്കിക്ക്, കാറ്റ് വന്നിട്ട് പറന്നു പോയതാന്ന് തോന്നുന്നത്. ആ പേപ്പേഴ്സ് അല്ല കിടക്കണത്. എന്റെ ദൈവമേ, മോളെ പെട്ടെന്ന് അത് എടുക്ക്, ആരെങ്കിലും കണ്ടാലും പ്രശ്നമാണെന്ന് പറയണം. അങ്ങനെ ദേവി അതൊക്കെ എടുക്കുന്നുണ്ട്, ബാലിനെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുനിഞ്ഞെടുക്കുന്ന സമയത്ത് രണ്ടുപേരെ തലയിടുന്ന് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗോമതിയും ഇത്ര മീനാക്ഷി ഇത് കാണുന്നില്ല, ഗോമതിയും ഇത്രയൊക്കെ ഇത് കാണുന്നുണ്ട്. അവർക്ക് ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലിന് ആ പേപ്പർ നോക്കുമ്പോഴേക്കും മോൾ ഇത് ഒരു കഷ്ണോ 2 കഷ്ണോ അല്ല, 10-12 കഷ്ണമാണല്ലോ. എന്റെ ബാലച്ചേരി ഇപ്പൊ നിന്റെ ചെവി പേപ്പർ കൊണ്ട് ഒരു കാര്യമില്ല. നോക്കി സൈൻ ചെയ്ത കഷ്ണമൊക്കെ ഭാഗമൊക്കെ കീറി വെച്ചിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലച്ച? ബാലച്ചന് ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു നല്ല വലിയ രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ അല്ലെങ്കിൽ വലിയ മന്ത്രിമാരോ MLA മാരോ ആരെങ്കിലൊക്കെ ആയിട്ട് പരിചയമുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് ശരിയാക്കി കൊടുക്ക്. മോൾ എനിക്ക് അങ്ങനെ ആരുമായിട്ട് പരിചയമില്ല. ഉദയഭാനു സാറിന്റെ പരിചയം ഉണ്ടാവില്ലേ? ആർക്ക്? അച്ഛനോ? അതെ, ഉദയഭാനു സാർ വലിയ നിലയിലല്ലേ. എനിക്ക് തോന്നുന്നു ഉദയഭാനു സാർ വിചാരിച്ചാൽ നടക്കുമായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, ഈ കാര്യം ഉദയഭാനു സാറിനോട് പറഞ്ഞാലോ? അതോ അത് ബാലച്ച, അത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തിടയാട്ടോ. എന്നാ മോള് എത്രയും പെട്ടെന്ന് പറ എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താ മാറി നിന്ന് സംസാരിക്കുന്നത്? അതൊന്നുമില്ല, മീനാക്ഷി പേപ്പർ എങ്ങാനും പുറത്തെങ്ങാനും വന്ന് കിടക്കുന്നുണ്ടോ നോക്കിയതാ. പുറത്തുനിന്ന് കിടക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും പുറത്തു കൊണ്ട് ഇട്ടു? അത് ഞങ്ങൾ എന്തിനാ ഗോമതി അത് കൊണ്ടുപോയി പുറത്തിടുന്നത്? അല്ല, നിങ്ങളുടെ മട്ടും പാവക്കായിട്ട് എനിക്കെന്താ തോന്നണോ? നോക്കിക്കോ, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും അത് ചെയ്തെങ്കിൽ നോക്കിക്കോ, രണ്ടുപേരും പടിക്കകത്ത് കയറിയത് ആ പേപ്പർ മര്യാദ ശരിയാക്കിയിട്ട് കയറിയാൽ മതി. മീനാക്ഷി അത്രമാത്രം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണെന്ന് അറിയാലോ. ഒരു പേപ്പർ കാണാതെ പോയതിന്റെ പേരിൽ അവളുടെ ജോലി കളയരുത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിച്ചിരിക്കണം എന്നൊക്കെ പണ്ട് ഗോമതി അവിടെ നിന്ന് പോവാണ്. മിത്ര പറയണ്ട്, സത്യം പറ ദേവിയെടുത്ത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടെങ്കിലും പറ. ഓഹോ, ഒന്നുമില്ല മിത്രേ എന്നൊക്കെ പറയണം. ശേഷമാണ് നമ്മുടെ മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാട്ടോ, മെയിൽ വരുവാണ്. മീനാക്ഷി എത്രയും പെട്ടെന്ന് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ മീനാക്ഷിക്കും ആകെ ഒരു ടെൻഷനും വിഷമവും ഒക്കെ ആവാട്ടോ. അതിനുശേഷം മീനാക്ഷി ഇത്രയും തന്നെ കണ്ടുപിടിക്കുകയാണ് ഈ പേപ്പർ കീറിക്കളഞ്ഞത്, അത് അറിയാതെ കീറിക്കളഞ്ഞത് ബാലനാണെന്ന്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സ്വന്തം അച്ഛൻ തന്നെ അച്ഛനായിട്ടിരിക്കുന്ന ആളാണല്ലോ ഇങ്ങനെ കളഞ്ഞത്. പക്ഷെ മനഃപൂർവ്വം അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബാലൻ പഠിച്ച പണി 18 നോക്കണം. ഒരുപാട് പേരുടെ കാലിൽ പോയി വീഴുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവമാണ്, മരുമോളുടെ ജോലി കളയരുത്. അങ്ങനെ ബാലൻ തന്നെ അത് ഓൾറെഡി റെഡിയാക്കണം മട്ടിലൊക്കെ ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ പോണത്. എന്തായാലും ഈ ആഴ്ച ഫുള്ളും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ദേവിയുടെ അഭിനയം എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ, ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് വേറൊന്നല്ല, നിങ്ങൾ തമിഴ് കണ്ടാൽ മാത്രമേ നമ്മുടെ മലയാളത്തിലെ ദേവിയുടെ അഭിനയം എത്രമാത്രം നല്ലതാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം തമിഴിലെക്കാളും ദേവി അത്രമാത്രം സൂപ്പറായിട്ട് മലയാളത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.